ഉപയോഗിക്കാം. തായ് വൃക്ഷങ്ങൾ സ്വന്തം തോട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് നല്ല പ്രതിരോധശേഷിയും ഉൽപാദനശേഷിയുമുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനാവും. ജാതിക്കായ്കൾ 3-4 ദിവസം ഡ്രയറിൽ ഉണക്കും. ദിവസേന 600 കിലോ വരെ ഉണക്കാം. പന്ത്രണ്ട് അറയുള്ളതും 6 ബൾബിന്റെ ചൂടിൽ പ്രവർത്തിക്കുന്നതുമായ പത്രി ഡ്രയർ സഹായത്തോടെ ദിനംപ്രതി 100 കിലോ വരെ കായ്കളുടെ പത്രി ഉണക്കിയെടുക്കുന്നു. പാണഞ്ചേരി കൃഷി ഓഫീസർ ഷീല എസ്. സിബിയെ പറ്റി പറയുകയാണെങ്കിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കർഷകനാണ് സിബി കല്ലിങ്കൽ. അദ്ദേഹത്തിന് പൊതുവേ എല്ലാ കൃഷികളും സമ്മിശ്ര കൃഷിയിൽ ഒരു തോട്ടത്തിൽ മാക്സിമം എല്ലാ പ്ലാന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ. മുഖ്യമായും തെങ്ങും അതിൻ്റെ ഇടയിൽ മുഖ്യ ഇടവിളയായിട്ട് ജാതിയാണ് കൃഷി ചെയ്യുന്നത്. കൃഷിയിൽ 10-25 വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും പാരമ്പര്യമായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ ആ കൃഷി രീതികളെ പറ്റി പഠിച്ചുകൊണ്ട് ഈ ഫീൽഡിൽ തന്നെ തുടർന്നു പോകുന്നു, വളരെ നല്ല രീതിയിൽ തുടർന്നു പോകുന്ന ഒരാളാണ് സിബി. അത് മാക്സിമം വിളവൈവിധ്യങ്ങൾ ഇനി 1 ഇഞ്ച് പോലും ഇനി ഈ ഭൂമിയിൽ ഇല്ല കൃഷി ചെയ്യാൻ. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ. പ്രത്യേകിച്ചും ജൈവമായ കൃഷി രീതികൾ, ജൈവ മുറകൾ അവലംബിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. തെങ്ങിനാണെങ്കിൽ തടം തുറക്കാറേ ഇല്ല. ജാതി ആണ് മുഖ്യ വിള. ജാതിയിൽ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ജനിതക ശേഖരം, അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജനിതക ശേഖരത്തിലുള്ള അവാർഡ് സിബിക്കാണ് കിട്ടിയിട്ടുള്ളത്. 10-12 ഇനത്തോളം ജാതിയുണ്ട്. ഒപ്പം ജാതിയുടെ തന്നെ വളരെ ആളുകളുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ജാതിയുടെ തൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ജാതിയുടെ ഗ്രാഫ്റ്റും ഒക്കെ കൊടുക്കുന്ന കാരണം നല്ല ആദായം കൂടി ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. കൃഷി ഏറ്റവും കാർഷിക വിളവിൻ്റേതല്ലാണ്ട് കൂടി ഉൽപ്പാദന വൈവിധ്യങ്ങൾ നടത്തുന്ന കാരണം പലതരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കൃഷി മേഖലയിൽ കൃഷി കണ്ടുപിടിക്കേണ്ട ആളുകൾക്ക്, കൃഷി നഷ്ടമെന്ന് പറയുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് സിബിയുടെ തോട്ടം. ഇവിടെ ധാരാളം ആളുകൾ വന്ന് പ്രദർശന തോട്ടങ്ങൾ കണ്ടുപിടിക്കുന്ന, ആത്മയുടെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. വിനയമുള്ള ഒരു കർഷകൻ, അതാണ് സിബിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സിബിയുടെ ഭാര്യ സ്വപ്ന ബാംഗ്ലൂരിൽ പഠിച്ചതൊക്കെ ആണെങ്കിലും കൃഷി മേഖലയിലോട്ട് ആദ്യമായിട്ട് കടന്നു വന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ്. സിബിക്ക് ഏറ്റവും വലിയ കൈത്താങ്ങ് സ്വപ്ന തന്നെയാണ്. ഒപ്പം മക്കളെ കൂടി ഈ രീതിയിൽ എല്ലാം തന്നെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു. അത് യുവതലമുറ എല്ലാം അന്യം നിന്ന് പോകുന്ന കൃഷി രീതികൾ സാധാരണക്കാരായ ആരും ഇൻട്രസ്റ്റ് കാണിക്കാത്തൊരു മേഖലയാണ്. പക്ഷേ സിബിയുടെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ വരെ മറ്റ് പ്രവൃത്തി പരിചയ മേളയിൽ കാർഷികമായിട്ട് ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഇനത്തിലൊക്കെ നിരവധി സമ്മാനങ്ങൾ ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പം കുടുംബകൃഷിക്ക് ഒരു ഉത്തമ മാതൃക തന്നെയാണ്. സുസജ്ജമായ ഒരു മഴവെള്ള സംഭരണിയും ഇവിടെയുണ്ട്. ജാതി മരങ്ങളിൽ നിന്നും പണം കൊയ്യുന്നു എന്നതാണ് സിബിയുടെ മേന്മ എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. കുരുമുളക്, ഇഞ്ചി, പച്ചക്കറികൾ, തോട്ടം വലം വയ്ക്കുന്ന റബ്ബർ മരങ്ങൾ എല്ലാം ഈ ഭൂമിയെ സമ്പുഷ്ടമാക്കുന്നു. വെറുമൊരു കൃഷിത്തോട്ടം എന്ന് പറഞ്ഞു മാറ്റിവെക്കാവുന്ന ഒന്നല്ല ഈ ഭൂമി. ഒരു ഭാഗത്ത് സിബിയുടെ രമ്യഹാർമ്മ്യം, ചുറ്റും ആസൂത്രണബോധത്തോടെ നിർമ്മിച്ചിട്ടുള്ള സുന്ദരാരാമം, പച്ചപ്പുൽവിരികൾ, അലങ്കാരച്ചെടികൾ,
മത്സ്യക്കുളങ്ങളിൽ നീന്തിത്തുടിക്കുന്ന അലങ്കാര മത്സ്യങ്ങൾ. ഇങ്ങനെ പോകുന്നു സിബിയുടെ തോട്ടത്തിൻ്റെ സവിശേഷതകൾ. കേട്ടറിഞ്ഞെത്തുന്ന സന്ദർശകരും ഏറെ. അവർക്കായി വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതിലും സിബി മികവ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അതിഥികളെ ആനന്ദിപ്പിക്കുന്നതിൽ ഒട്ടേറെ ശ്രദ്ധ സിബി പുലർത്തിയിരിക്കുന്നു. വിവിധയിനം പ്രാവുകൾ, കോഴികൾ, അലങ്കാരക്കോഴികൾ, നായ്ക്കൾ, എമു, ടർക്കി, വാത്ത, തത്തകൾ, ലവ് ബേർഡ്സ് ഇവയെല്ലാം ഈ സുന്ദരവാടിയെ സമ്പന്നമാക്കി സന്ദർശകർക്ക് സ്വാഗതമോതുന്നു. സിബിയുടെ കുതിരകൾക്കുമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യവും വിശ്രമമന്ദിരവും. വിത്ത് മുളപ്പിച്ചെടുത്തതും ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായ തൈകളും, തെങ്ങ്, കവുങ്ങ്, അലങ്കാരച്ചെടികൾ എന്നിവയുടെ തൈകളും ഇവിടെ വിൽക്കപ്പെടുന്നു. 250 മുതൽ 600 രൂപ വരെയാണ് ജാതി തൈയുടെ വില. ഒരു തട്ടുതൈക്ക് 350 രൂപ. പന്നിയൂർ 1 മുതൽ 8 ഇനം വരെയും. ഒപ്പം വിജയ്, ശ്രീകാര, പൗർണമി, ശുഭകാര, ശക്തി, പഞ്ചമി, തേവം, കരിമുണ്ട, നീലമുണ്ടി എന്നീ കുരുമുളകിനങ്ങളും 4 ഇനം കവുങ്ങുകളും 4 ഇനം പ്ലാവും കൂടാതെ ഫ്രൂട്ട്സ് ഗാർഡൻ പ്ലാന്റ്സ് തൈകളും ഇവിടെ ലഭ്യമാണ്. ഭാര്യ സ്വപ്നയ്ക്കും മകൾ തന്യയ്ക്കും മകൻ തരുണിനും അച്ഛനെപ്പോലെ ഈ ഉദ്യാനത്തിലെ സസ്യജന്തുപക്ഷ്യാദികളെല്ലാം മിത്രങ്ങളാണ്. സ്വപ്നയുടെ നിർലോഭമായ സഹകരണവും സിബിയുടെ സ്വപ്നഭൂമിയെ ശ്രീമയമാക്കുന്നു. 12 ജാതി ഇനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് ദേശീയ അവാർഡ് 2012 സിബി കല്ലിങ്കലിനെ തേടി വന്നത്. നബാർഡിന്റെ ജില്ലാതല ബെസ്റ്റ് ഫാമർ അവാർഡ്, പാണഞ്ചേരി കൃഷിഭവൻ വക ബെസ്റ്റ് ഫാമർ അവാർഡ്, ആത്മയുടെ അവാർഡ് എല്ലാം സിബിയുടെ മികവിന്റെ അംഗീകാരത്തിന് മാറ്റുകൂട്ടുന്നവയാണ്. കുടുംബാംഗങ്ങളെപ്പോലെ 12 തൊഴിലാളികളുടെ ആത്മാർത്ഥ സേവനം സിബി കുടുംബത്തിന്റെ മുതൽക്കൂട്ടാണ്. അച്ഛനിൽ നിന്നും പരമ്പരാഗതമായി കൈവന്ന വഴിയായതുകൊണ്ടുകൂടിയാവാം തനതു വംശങ്ങളുടെ ജനിതക സംരക്ഷണം സിബിക്ക് ലക്ഷ്യമായിരിക്കുന്നു. കല്ലിങ്കൽ കുടുംബത്തിന്റെ ഈ ജീവിതാനന്ദധാരയുടെ ഓരോ തുള്ളിയും വരും തലമുറകളിലും നമ്മിലും മുകുളീകരിക്കും.